ഗുഡ് മോർണിംഗ് മൈ ഡിയർ വ്യൂവേഴ്സ്. ഇന്ന് കർണാടക സംഗീതത്തിലെ മായ മാളവ ഗൗള എന്ന രാഗത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അടിസ്ഥാനപരമായി 72 മേളകർത്ത രാഗങ്ങളാണ് ഉള്ളത്. അതിൽ 15ാമത്തെ രാഗമാണ് മായ മാളവ ഗൗള. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുന്ന ഒരു കുട്ടി ആദ്യമായി പഠിക്കുന്ന രാഗം കൂടിയാണ് മായ മാളവ ഗൗള. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങളൊന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ സംഗീതം അഭ്യസിക്കുന്ന ഒരു കുട്ടി ശ്രുതിസ്വരങ്ങളിലൂടെയാണ് സംഗീത പഠനം ആരംഭിക്കുന്നത്. ശ്രുതിസ്വരങ്ങൾ മധ്യസ്ഥായി ഷഡ്ജം, മധ്യസ്ഥായി പഞ്ചമം, താരസ്ഥായി ഷഡ്ജം. സാ പാ സാ പാ സാ. മായാമാളവ ഗൗളയുടെ സ്വരസ്ഥാനങ്ങൾ സ രേ ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രേ സ. ഈ രാഗം ആദ്യമായി അഭ്യസിപ്പിക്കുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ സിമ്മട്രിക്കലാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംഗീത പിതാമഹനായ പുരന്ദരദാസരാണ്. അടിസ്ഥാന പാഠങ്ങളായിട്ടുള്ള സ്വരങ്ങൾ, സരളി വരിശകൾ, ജണ്ഡവരിശകൾ, മധ്യസ്ഥായി, താരസ്ഥായി, ദാട്ടുവരിശകൾ തുടങ്ങി അലങ്കാരം വരെയുള്ള പാഠഭാഗങ്ങൾ ഈ രാഗത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മായ മാളവ ഗൗള എന്ന രാഗത്തിലെ ചില ഗാനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനം. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. മറ്റൊരു ഗാനം. അനാദി ഗായകൻ പാടുന്നു മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. അടുത്തത്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി. തമിഴിലെ രാജസാറിൻ്റെ ഒട്ടനവധി ഗാനങ്ങൾ ഈ രാഗത്തിലുണ്ട്. അതിലെ ചിന്നത്തമ്പിയിലെ ഒരു പാട്ട്. കുയിലപ്പൊടിച്ച് കൂട്ടിലടച്ച് കൂവ ചൊല്ലക്കീറ ഉലകം, മയിലപ്പൊടിച്ച് കാല ഉടച്ച് ആട ചൊല്ലക്കീറ ഉലകം. അത് എപ്പടി പാടുമയ്യാ, അത് എപ്പടി ആടുമയ്യാ. ഓ അടുത്ത ഒരു പാട്ട്. അന്തി വരും നേരം വന്നതൊരു രാഗം. അങ്ങനെ ഇനിയും ഒട്ടനവധി പാട്ടുകൾ ഈ രാഗത്തിൽ ചലച്ചിത്ര ഗാനങ്ങളായിട്ട് എണ്ണയുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രാഗത്തിനെ പറ്റിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു മൂഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന്, കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ സംഗീത വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.